ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് പഠിപ്പിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ഗെയിം. ഇതാണ് ഇത് ട്യൂഷനാണ് ഗായ്സ്, മൈൻക്രാഫ്റ്റ് ട്യൂഷൻ. ഇവിടെ ആദ്യം തന്നെ ജനിച്ച പാടനെ ഒരു മരം തപ്പി കണ്ടുപിടിക്കുക, പൊട്ടിക്കുക. നോക്കണ്ട, മുറിഞ്ഞ പൊട്ടിച്ചോ. മരം പൊട്ടിച്ച് കഴിയുക. ഈ മേലെ കാണുന്ന അറഞ്ഞ ചിത്രമുള്ളതല്ലേ, അതാണ് നമ്മളെ ഹങ്കർ ലെവൽ. മരം ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഓക്ക് പ്ലാങ്ക്സ് ആദ്യം ഉണ്ടാക്കി വെക്കണം. പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ, പിന്നെ നിറച്ചും വടികൾ ഉണ്ടാക്കി വെച്ചോ. പിന്നെ ഒന്നും കൂടെ മരം വെട്ടണം. ഇതൊക്കെ വുഡിൻ്റെ ടൂൾസ് അത്ര പ്രാധാന്യമില്ല. ഇപ്പം ഇവിടെ വേറെ ഇതും വെച്ചിട്ട് ഓക്കെ. ഇനി വെപ്പൺസിലേക്ക് പോയാൽ കിട്ടൂല. നമ്മളിതാക്കും ക്രാഫ്റ്റിൻ്റെ ഇതില്ല. എന്തൊരു പൊട്ടത്തരാണ് ഗൈസ്. അടക്കട്ടെ, ക്രാഫ്റ്റിൻ്റെ ടേബിൾ വെക്കുന്നു. അത് കാണാൻ ഒരു പിക്കാക്സ്. നമുക്കിപ്പം പിക്കാക്സാണ് ആവശ്യമുള്ളത്. ഞാൻ ക്രാഫ്റ്റിൻ്റെ ടേബിൾ പൊട്ടിക്കാൻ കയ്യിൽ വെക്കുക. ക്രാഫ്റ്റിംഗ് ടേബിൾ ഈസ് ബേസിക് സാധനം. ആടിനെ ഒന്ന് വെട്ടി വെച്ചാൽ ഇപ്പം കളർ മാറ്റി ഉപയോഗിക്കാം. ഓക്കെ, ആട് കയ്യിലിരിക്കട്ടെ. ഈ സാധനം എന്താണെന്ന് അറിയോ? വള്ളികളാ. മരത്തിന് മുകളിൽ വേണമെങ്കിൽ ഇതിനെ കൊണ്ട് കയറാം. അടിയോ, കയറിപ്പോയില്ലേ? തണ്ണി മത്തൻ, ഇതൊക്കെ ഫുഡാട്ടോ. ഇവിടെ ഇപ്പം ഫുഡില്ലെങ്കിൽ നമ്മൾ വിശന്ന് ചാവും. ഇത് പൂച്ച, തത്തയെ കൊടുക്കാൻ നമ്മളൊരു വിത്തുണ്ടാവട്ടെ. വിത്ത് കിട്ടിയില്ല. ഹങ്കർ ലെവലുണ്ടെങ്കിൽ മാത്രമേ തിന്നാനാവും ഗൈസ്. ഇത് പൂച്ച പോയില്ലാന്ന് തോന്നുന്നു. ഓക്കെ, മഞ്ഞ എടുക്കട്ടെ. മഞ്ഞപ്പൂ ഉള്ള ആവശ്യമുണ്ട്. വെച്ചിതാ കണ്ടിക്കോ, വള്ളി വെച്ച് നമുക്ക് മരത്തിന് മുകളിൽ കയറാം. മുള പൊട്ടിച്ചോട്ടെ. മുള വെച്ച് നമുക്ക് സ്റ്റിക്കാക്കി ഉപയോഗിക്കാം. ഇനിയും നമുക്ക് വേണ്ടത് സ്റ്റോണാണ്. സ്റ്റോണിനത് മൈനിങ്. സ്റ്റോൺ നമുക്ക് ഇഷ്ടം പോലെ വേണം, കാരണം അത് വെച്ച് നമുക്ക് വെപ്പൺസ് ഉണ്ടാക്കുക. സ്റ്റോണിൻ്റെ വെപ്പൺസ് നല്ല പവറെന്നല്ല, അങ്ങനെയല്ല, ഡയമണ്ടിൻ്റെ വുഡിനെ അപേക്ഷിച്ച് നല്ല പവറാണ്. അത്ര തന്നെ. അത്ര മനസ്സിലാക്കിയാൽ മായി. നിങ്ങൾ സിമ്പിൾ സീരീസ് ആയിട്ട് തുടങ്ങുക. ഓരോ ദിവസമായിട്ടുണ്ടാവും. ഇന്നിട്ട് നാളെ കാണാം. മറ്റന്നാൾ കാണാം. സ്റ്റോൺ എത്ര കിട്ടി? 12 സ്റ്റോണ് പോരാ, കുറച്ചും കൂടെ എടുത്ത് വെക്കട്ടെ. ഈ സ്ഥലം മുഴുവൻ ക്ലിയർ ആക്കട്ടെ. ഓക്കെ, ഇനി മേലോട്ട് കയറിപ്പോ. സ്റ്റെപ്പ് ഉണ്ടാക്കി. ഈ സീരീസിൽ നമ്മൾ എൻഡ്രാഗനെ കൊല്ലും, ബട്ട് ഇതിലല്ല. ചടി തെറ്റുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളെന്തൊക്കെയാണ് എനിക്കോ വുഡിൻ്റെ പവറാണിത്. വേഗം ചാവും. വെപ്പൺസ് കയറുക, ഒരു പിക്കാക്സ് ഉണ്ടാക്കുക, ഒരു ആക്സ് ഉണ്ടാക്കുക, പിന്നെന്തേലും വേണ്ടേ? ഒരു ഷവൽ ഉണ്ടാക്കുക. ഷവൽ സെറ്റ്, ഒരു വാളുണ്ടാക്കി. എന്താ വരാത്തേ? കിട്ടിയോ? ഓക്കെ, ഇവിടെ കയറട്ടെ. സെറ്റ്. ഇനിയും ഇവക്ക് സ്റ്റിക്ക് ഉണ്ടാക്കണം. കണ്ടിക്കോ, മുളനെ കൊണ്ടുള്ള ഉപകാരം. സ്റ്റിക്ക് ഉണ്ടാക്കാം. സ്റ്റിക്ക് എത്ര കിട്ടി? 9 സ്റ്റിക്ക് കിട്ടി. ഇനി വെപ്പൺസ് എക്സ്ചേഞ്ച് ചെയ്യാം. ഷവൽ വിടക്കട്ടെ, വാള് പിടി നിൽക്കട്ടെ. വാളെന്തിനാ വെച്ചാൽ രാത്രി നിങ്ങൾക്ക് അറിയില്ലല്ലേ, അറിയണ്ടാവണം.
അയ്യോ ആക്സിൻ്റെ ഗുണമേന്മയാണ്. മരത്തെ നമുക്ക് വെട്ടി മാറ്റാം, കളറും മാറ്റാം. അത് വില്ലേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്ര തന്നെ നല്ലത്. കാരണം വില്ലേജ് പോയി ലൂട്ട് ചെയ്യുക, സാധനം എടുക്കുക. ഒന്നും നോക്കണ്ട, ഫുൾ തപ്പ. ഹൈറ്റിൽ കയറി നോക്കട്ടെ, ഒന്ന് മാറിക്കേ. ഓരോന്നിനും ഓരോ ടൂളുണ്ട്. ഷവ്വല് മണ്ണെല്ലാം പോക്കാനാണ്. മണ്ണും മണ്ണും ഇതും പോക്കാം. സ്റ്റെപ്പായില്ലല്ലോ. കുറച്ച് കല്ലോ മണ്ണോ കായലെടുത്ത് വെക്കട്ടെ, ഞാൻ റെഡിയാകൂല. പെട്ടെന്ന് പോലെ ആവശ്യമുണ്ടെങ്കിൽ ഒക്കെ എടുക്കാം. ഇത് ഞാൻ ജനിച്ചതെന്ന് പറഞ്ഞാൽ കാട്ടില്ല, അതിൻ്റെതായ കുഴപ്പമുണ്ടാകും. കാടെന്ന് വെച്ചാൽ കൊടുങ്കാടാണിത്. ഞാൻ പുലി വരെ ഉണ്ടാവും. നമ്മളിപ്പോൾ അവിടെ പൂച്ചനെ കണ്ടില്ലേ? എൻ്റെ മേത്ത് ഏത് ഡിസൈനുള്ളത്? എന്താ പുലിനുള്ള ഓക്കെ. ഇവിടുന്ന് ഇങ്ങനെ നോക്കുക, അങ്ങോട്ടേക്ക് എന്തൊക്കെയോ ഉണ്ടാവും എന്ന് മനസ്സ് പറയുന്നത്. ശരി ചാവില്ലേ ഇവിടുന്ന് ഇങ്ങോട്ട്. അതാണ് ഈസി വേ. വെള്ളത്തിൽ നമ്മൾ ചാവില്ലല്ലോ, അതാണ് എൻ്റെ മറ്റൊരു പ്രത്യേകത. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ അറിയണ്ടാവും, ഞാൻ അറിയാത്തവർക്ക് വേണ്ടി ക്ലാസ് ഉണ്ടാക്കിയതാണ്. അറിയുന്നവർ വന്നാൽ പിശിക്കും ഇനി പുറത്താവും. ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കൂ. ഇത് പിന്നെയും പറയണ, നിങ്ങൾ അടിച്ച് പൊട്ടിക്കന്നെ ഇനിയും കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ. ഓടിക്കളി സ്കൂളിൽ കറക്റ്റ് പുഴയിൽ തന്നെ പോകുന്നെങ്കിൽ ഒരാടിനെയും കൂടെ രണ്ടാടിനെയും കൂടെ കിട്ടിയ സെറ്റാവും. ഇവിടെ നിറച്ചും പൂച്ചയാ. താങ്ക് യു. എനിക്ക് അത് ലിഫ്റ്റാ. അത് കിട്ടി. പൂ കിട്ടി. ഇത് വെച്ച് ഡൈ ഉണ്ടാക്കാം, യെല്ലോ ഡൈ. അതാകുമ്പോൾ ഏത് കളറിന് വേണം, ഏത് കളർ വൂളിന് വേണം ഇവക്ക് മാറ്റാം. വല്ലാത്ത അവസ്ഥ നോക്കിയിട്ട് ഇവിടെ കുറേ ഉണ്ടല്ലോ, കുറേ എടുത്ത് നോക്കട്ടെ. ആദ്യ ദിവസം ചാവരുതെന്നാണ് എൻ്റെ ഒരു ഇത്. ചാവരുത്, ചാവത്തില്ല ഞാൻ. ലോ 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 ഓ ലോ 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 ലാ 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 ലോ 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 ലോ. ഓ രാത്രിയായി, ചത്ത്. ഇനി മറ്റേ ക്രീപ്പർ വീടും അമ്പ് വീഴുന്നവൻ വരും. വല്ലാത്തൊരവസ്ഥ. ഇത് ചെയ്യാനാണെന്നറിയോ, തുടങ്ങിയ ദിവസം തന്നെ ചടഞ്ഞ് കൊല്ലാൻ ചാവും. നാടേ ഇത് കുറച്ചും കൂടെ നടക്കാം. ചാവണ്ടേ ചാവട്ടെ, കുറച്ച് തണ്ണി മാത്രം പിടിച്ച് കയ്യിലാവട്ടെ. ലൈഫ് ഒന്നും എടുക്കാമല്ലോ. വാളെടുത്ത് കൈ പിടിച്ചോ, വെട്ടേണ്ടി ഇരുപത്തിന്. ഇത് ഫോറസ്റ്റിനെ കൊണ്ട് ഇരുങ്ങൾ ചാവത്തുമില്ല. അത് കോയെ സമയമായിരിക്കുമോ? ഒറ്റ വിട്ടുപോയി, ചത്ത്. ഇല്ല, വന്ന് തുടങ്ങി. അതാ വരുന്നു. ഞാൻ കൊല്ലുടങ്ങില്ലത്തിന് ഇന്ന് ബെഡിലാണ് നടക്കുക കേട്ടോ. ബെഡ് എന്തിനാന്ന് വെച്ചാൽ രാത്രി സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഷവ്വല്, അയ്യോ ഷവ്വല് ഒറ്റ വെട്ടിനാണ് ചാവുന്നത്. ഓക്കെ നോ പ്രോബ്ലം. ഇനി പൊട്ടിച്ച് മേലോട്ട് ഇടട്ടെ. ഓക്കെ, വെളിച്ചം കൂടി ഇല്ലാത്ത അവസ്ഥയായിപ്പോയത്.
ഇതാണ് ഞാൻ. റെഡി? ചീസ് ഐ ആം. അടിയോ ഒരു സാധനമുണ്ട്. മുട്ടം പിടിച്ച് കയ്യിലോ. അയ്യോ അടി ആരടീനെ. ഓ സോംബീസ്. ചത്ത്. ഓ അടുത്ത സോംബി. ഞാൻ ചാവും മോനെ. ആദ്യത്തെ എപ്പിസോഡ് നിക്ക് ഇവിടുത്തെ പ്രോവാ. ഇവിടെ പ്രോ ഒന്നും പറയണ്ട. മാർക്കിയ കുട്ടികളെ. ഓ ക്രീപ്പർ എൻഡർമാന്. നിങ്ങളിപ്പം കറുത്ത ബഡി പോലത്തെ സാധനം കണ്ടില്ലേ? മൂപ്പർക്ക് കണ്ണിലൊക്കെ ഭയങ്കര ജാടിയാണല്ലോ. ജലയാത്ര നടക്കുന്നതായിരിക്കും. ജലത്തിനുള്ളിൽ കൂടെ നമുക്ക് പോവാം. അതായിരിക്കും നല്ലത്, സേഫ്. അതിൻ്റെ സൈഡിൽ കണ്ടില്ലേ നിങ്ങൾ ബബിൾസ്? അത് തീർന്നാൽ നമ്മൾ ചത്തു. അത് തീർന്നാൽ നമ്മൾ ലൈഫ് മെല്ലണം. ഓ ലൈഫ് തീർന്നു. അല്ല ഫുഡ് ഒറ്റക്കട്ട പോയി. നമ്മൾ ഇങ്ങനെ തീർന്നു പോകുന്ന തോന്നുന്നു. എന്നിട്ട് തണ്ണി മൊത്തം ഉണ്ടാകും. ഓക്കെ എനിക്ക് ആ വാളല്ല വേണ്ടി. ഞാൻ അതൊന്നിനും വെറുതെ കൈ പിടിച്ചെടുക്കുന്നേ. മീനെ കിട്ടി. ഇനി പൂച്ചനെ നമുക്ക് നമ്മളെ ഉണ്ടാക്കാം. പൂച്ചനെ പെറ്റാക്കാം. ആവശ്യമുള്ള ഒരു പൂച്ചനെയും കാണൂലേ. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. നമുക്ക് നമ്മൾ നല്ലോണം വെള്ളത്തിൽ താന്നു നോക്കാം. ഇതൊന്നും മീൻ്റെ കൂട്ടോ. ഇവിടെ മീൻ വേഗം ചാകുന്നുണ്ട് കേട്ടോ. ഓക്കെ കുറച്ചും താഴോട്ടെ. ഞാൻ കുട്ടിക്കും. രാവിലെ വരുന്നുണ്ടെന്ന് തോന്നി. മീൻ അടുത്ത് പോയി അടിക്കണം. ഞാൻ ചാത്തുള്ളൂ. എങ്ങോട്ടാ പോന്നേ? ആടെ പോന്നേ. ഞാൻ കൂട്ടാണ്ട്. എനിക്ക് ഇതിനെ പിടിക്കണം. ഞാൻ പൂച്ചനെ പറ്റാതെ. എവിടെ പോയി? ഇങ്ങോട്ടാ പോണേ? എനിക്ക് പൂച്ചനെ പറ്റാക്കണല്ലോ. പോല്ല. തീവണ്ടി. എന്താ ഡിസ്കോഡ് സംസാരിക്കുന്നോ? അയാൾക്ക് 2 മീനെ കിട്ടി. പിന്നെ അല്ലല്ലോ ഈ കടൽ യാത്ര പോകും. അതായിരിക്കും നല്ല. ഇതൊന്ന് ഗ്രേവല. കുറച്ചും കൂടെ സേഫ് കടൽ യാത്ര. കടലിൽ കൂടെ പോകുമ്പോൾ ഒരു ഉപകാരമുണ്ട്. വില്ലേജേഴ്സിന് വേഗം കാണാം. ഓ ക്രീപ്പർ ഞാൻ കണ്ടില്ല. ഇപ്പം ബേക്കുന്ന ടോന്ന് സൗണ്ടും കേട്ട് ലൈഫും പോയി കണ്ടിക്കില്ലേ. ഇത് ക്രീപ്പറ പണിയാ. വേറും കൊടുത്താൽ കേട്ടോണ്ട് വിശ്വാസ. വേറെ അല്ലല്ലോ. കരയെ കൂടെ വെള്ളത്തിലെ സാധനം കണ്ടിക്കില്ലേ. സാധനം കൊടു. ചത്ത് മുങ്ങിക്ക് കൊപ്പിൽ കൊടുക്കട്ടെ. ചത്ത് 2. ലൈഫ് കൂടിയിട്ടുണ്ട്. ഭാഗ്യം. കുറച്ച് തണ്ണി മൊത്തം എടുത്തിട്ടുണ്ട്. നന്നായി. രണ്ട് സാൽമൺ കിട്ടി. നമുക്കിപ്പോൾ 2 സാൽമൺ കിട്ടി. ഞാൻ നടന്ന് ഏതോ ഡെസേർട്ട് എത്തിയെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതങ്ങ് പൊട്ടിച്ചെടുക്കട്ടെ. നന്മ മരാടമ്പളി. നമുക്ക് കയറാൻ പറ്റും. കയറിയാണ് എക്സ്പ്ലോർ ചെയ്യുക. ഇതൊന്നും നാടേ ഡെസേർട്ടിലല്ലേ ഇതുണ്ടാവുക. ഡെസേർട്ട് വില്ലേജസ് ഉണ്ടാവില്ലേ. എവിടോ ഓടി സോംബീസ് ഉണ്ട്. ഇവിടെ പോയിരുമ്പോൾ ഇത്തന്നെ വില്ലേജുകൾ വല്ലാത്ത അവസ്ഥയാണ് കേട്ടോ.
ഇതാ വീട്ടിലും വറ്റിപ്പോയി മോനെ. ഒരവസ്ഥയെ സോംബീസെല്ലാം കുടിച്ച് പറ്റിച്ചരിഞ്ഞ ഇപ്പോൾ ഉപ്പമായൊന്നും വിശ്വസിക്കാൻ കൊള്ളൂല. ഞാൻ സത്യം പറഞ്ഞു. നമ്മളെവിടെ പോയാൽ നമ്മളെ ബയ്യത്ത് തന്നിട്ട് നിങ്ങൾ വരില്ലോ. ഒന്ന് ശ്രദ്ധിക്കുകയും ചെയ്യണോ. പാമ്പും ബില്ലു ഞാൻ വിശ്വസിക്കരുത്. പാമ്പും ബില്ലേക്ക് മേത്തിക്കിടെ അങ്ങനെ അവിടെ പിള്ളേർ ലൈഫ് പെട്ടെന്ന് കൂടി. നായനെ പറ്റാക്കി ഉപകാരമുണ്ട് ഗൈസ്. എന്നുവെച്ചാൽ മറ്റേ സ്കെൽട്ടനും സ്പൈഡർ അല്ലേ ശരി ഉണ്ട്. വെള്ളത്ത് പോട്ടെ. നീരാളിനി. ഇവിടെ ഒരു കൂട്ടുണ്ട്. കൊല്ലി ഇവിടെ നിങ്ങളെന്താണ് എന്നോടത്ത് പോവാത്തെ? പഞ്ചാവ് മറ്റേ ബൗൾസ് കുറഞ്ഞാണ്. ഓക്കെ ഇനി മുങ്ങിക്കപ്പൽ നിങ്ങൾ അടുത്ത് പൊടിക്കുക എന്നാൽ ചാവത്തുള്ളൂ. വെറുതെ ആണോ? കുറച്ചെണ്ണത്ത് ഞാൻ എടുത്തു നോക്കട്ടെ. കാണുന്ന പൂച്ച മൊത്തം പറ്റാതെ. അല്ല ഡെസേർട്ടിൽ വെള്ളം ഉണ്ടാവുമോ? ചത്തി ആദ്യം രാവിലെ വരുന്നുണ്ട്. കുറച്ച് പൂച്ചയും കൂടെ കൊല്ലാണ്ട്. അല്ല മീൻ. എവിടെ പോയി? ഇല്ല എടാ അത് പോയി. ഹായ് ആട്ടുകുഞ്ഞ. ഹലോ. എന്തായാലും വെറുതെ വിട്ടിരിക്കുന്നു. കുറച്ചും കൂടെ മത്തൻ കിടക്കട്ടെ. തണ്ണി മത്തൻ ഇവിടെ അത്യാവശ്യം നല്ലതുണ്ട് കൈസ്. അയ്യോ ഞങ്ങൾ ചെക്കൻ എത്തി. അമ്പ് ചത്ത്. ഒന്നും പറയണ്ട. തത്ത. ഹലോ തത്തമ്മേ. ഓടാ എന്നെ കൊല്ലാൻ നോക്കുന്നേ. അതാ വേറെടുത്തെ ചത്ത്. നമുക്ക് വെള്ളത്തിൽ പോയി കുറച്ച് നിൽക്കട്ടെ. അപ്പോൾ സോംബീസ് ഒന്നും വരില്ല. ഓതാ വീണു. ഇതെല്ലാം എന്നെ കണ്ട് വെള്ളത്തിൽ പണി. ഓടിക്കോ വേഗം വിട്ടോ. സ്പീഡ് കൂടിക്കോ. തണ്ണിമത്തൻ ഒത്തക്ക. നിങ്ങളുടെ നാട്ടിൽ ഇനി എന്ത് പേര് പറയുക? പ്ലീസ് കമൻറ്റ് ബിലോ. ഇവിടെ ഒത്തക്ക. മുപ്പത്തേഴൊക്കെയായി. വെള്ളം മൊത്തം ലൂട്ട് കഴിക്കുന്നല്ലേ. കുറച്ച് തിന്നുകയും ചെയ്യാം. ഗായ്സ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമ്മൾ ഈ വീഡിയോയുടെ ഇവിടെ വെച്ച് അവസാനിക്കാൻ പോവുകയാണ്. അടുത്ത സീരീസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ബെഡ് ഉണ്ടാക്കിയില്ല. വെപ്പൺസ് എല്ലാം റെഡിയായി. അപ്പോൾ ബൈ.